ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ കാനഡയുടെ മെഡിക്കൽ സിസ്റ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് കൊളംബിയയിലെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് കാർഡ് എടുക്കുക എന്നുള്ളതാണ്. വന്നു കഴിഞ്ഞാൽ ഉടനെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു മാസം $75 ഫീസ് എന്ന നിരക്കിൽ നമ്മൾ അടച്ചുകൊണ്ട് നമുക്ക് ഹെൽത്ത് കാർഡ് എടുക്കുക എന്നുള്ളതാണ്. അതിപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാലും $75 തന്നെയാണ്. എൻ്റെ ഫാമിലിക്ക് മൊത്തമാണെങ്കിലും $75 എന്നുള്ളതാണ് നിരക്ക്. നമുക്ക് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഹെൽത്ത് കാർഡ് എടുക്കുക എന്നുള്ളതാണ്. ഹെൽത്ത് കാർഡ് എടുക്കാനും നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഇൻറ്റിമേഷൻ വരും. ആ മാസം മുതൽ നമ്മൾ അതിൻ്റെ മന്ത്ലി പേയ്മെൻറ്റ് അടച്ചുകൊണ്ടേയിരിക്കുക. അത് ഇനിയിപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് കൊളംബിയ വിട്ടു പോകുമ്പോൾ അത് ഓൾറെഡി അവരെ ഇൻറ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നമുക്കതിൻ്റെ ബില്ലിങ് വന്നുകൊണ്ടേയിരിക്കും. അത് കുടിശ്ശികയായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. നമ്മുടെ കാനഡയിലെ എന്ത് ആവശ്യത്തിന് വേണ്ടി അത് ചെക്ക് ചെയ്യുകയാണെങ്കിലും ആ കാര്യങ്ങൾ, ആ കുടിശ്ശികകൾ എടുത്ത് കാണിക്കുകയും ചെയ്യും. അതാണ് മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരിത്. പിന്നീട് വരികയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഡോക്ടറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജ്. ഫാമിലി ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് എന്ത് മെഡിക്കൽ ആവശ്യത്തിനാണെങ്കിലും ആദ്യം നമ്മുടെ ഈ ഫാമിലി ഡോക്ടറുമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് നടത്തി ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം മാത്രമേ നമുക്കൊരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്ക് ഇൻ ക്ലിനിക്സ് ഉണ്ട്. അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. നമുക്ക് അത്രയ്ക്കും എമർജൻസി ആണെങ്കിൽ നമുക്ക് നേരിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാവുന്നതാണ്. അപ്പം എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് ചെവി വേദന തോന്നി ഞാൻ ചെന്നത് നേരെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഞങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ദിവസം ഏകദേശം ഒരു 11:30 എത്തി. നമ്മളൊരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ട് നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടറെ കണ്ടേ ഉള്ളൂ തന്നെ ഡോക്ടർക്ക്. എനിക്ക് പല്ലുവേദനയായിരുന്നു. പല്ലുവേദന വന്നിട്ട് ഏകദേശം തൊണ്ടയോളം വരെ നീര് കയറിയിട്ടുണ്ടായിരുന്നു. പല്ലുവേദന ഹെവി ആയിട്ട്. അതെനിക്ക് ചെവി വേദനയായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പം ഡോക്ടറെ കാണിച്ചു തന്നെ ഡോക്ടർ ആദ്യം തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ കുറിച്ചു. ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വരണം, അതുപോലെ തന്നെ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫാമിലി ആയിട്ട് പിള്ളേരെയും കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറോട് ചില ഒഴിവുകളോട് പറഞ്ഞു സ്കാനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഉള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. ബ്ലഡ് ടെസ്റ്റ് വന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കാണിച്ചാൽ മതിയല്ലോ, സ്കാനിങ് എടുത്താൽ മതിയല്ലോ. അപ്പം എന്നോട് ഡോക്ടർ നിർബന്ധമായിട്ടും സ്കാനിങ് വേണം എന്നുള്ളത് തന്നെയാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ ഡോക്ടറെ കാണിക്കുന്ന ഒരു ശനിയാഴ്ച കാണിച്ചു. എനിക്ക് ഞായറാഴ്ച ആകുമ്പോൾ കോൾ വന്നു, ബുധനാഴ്ചത്തേക്ക് സ്കാനിങ്ങിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോയിൻമെൻ്റ് ഉണ്ട്, രാവിലെ 10 മണിയാകുമ്പോൾ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അന്ന് തന്നെ എനിക്ക് ENTയുടെ അടുത്തുനിന്നും ഒരു കോൾ വന്നു, ബുധനാഴ്ച 12:30 ആകുമ്പോഴത്തേക്കും ENTയിൽ അപ്പോയിൻമെൻ്റ് ആയിട്ട്. അപ്പം ഞാൻ അതും സംബന്ധിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ എൻ്റെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കാണണ്ടെന്ന് ചോദിച്ചു ENTക്ക് അപ്പോയിൻമെൻറ്റിന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, എന്തായാലും ആദ്യം ഒന്ന് വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ച ചെന്നു. 10 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. 10:30 ആകുമ്പോൾ സ്കാൻ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത്. അരമണിക്കൂർ മുമ്പ് ചെല്ലുക. അപ്പം ഞാൻ എന്തായാലും 10 മണിയാകുമ്പോഴത്തേക്ക് എത്തി. 10 മണിക്ക് തന്നെ എന്നെ സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയത്. അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട എനിക്ക് ആവശ്യം വന്നില്ല. അത് കഴിഞ്ഞ് ENTയെ കാണിച്ചു. ENTയെ കാണിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ടൊരു ചെക്കപ്പ് നടത്തി. സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്ന് കഴിയുമ്പോൾ ഡോക്ടർ എന്നെ ഇങ്ങോട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത്. സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വരാൻ ഏകദേശം 5 ദിവസമാണ് എന്നോട് പറഞ്ഞത്, 5 വർക്കിംഗ് ഡേയ്സ്. അപ്പം ഏറ്റവും വലിയൊരു ഡിലേ എനിക്ക് അനുഭവപ്പെട്ടത് ഒരു സ്കാനിങ്ങിൻ്റെ റിസൾട്ട് 5 ദിവസം താമസിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ ഡോക്ടറെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഡോക്ടർക്ക് ഷെയർ ചെയ്തിരിക്കുകയാണ് കണ്ടന്റ് വൺസ് ദ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ 5 ദിവസം എന്നുള്ളത് എനിക്കൊരു 1.5 ആഴ്ചയോളം എടുത്തു ഈ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള കോൾ ബാക്ക് കിട്ടിയത്. എനിക്ക് ഒരു ഡിലേ തോന്നിയത് ആ ഒരു കാര്യത്തിൽ മാത്രമാണ്. അപ്പം എന്നോട്
ENT കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് ലിസ്റ്റ് തന്നു. ലിസ്റ്റ് ഓഫ് ലോ കോസ്റ്റ് ദന്തൽ ക്ലിനിക്സിൻ്റെ ലിസ്റ്റ് തന്നു. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ അപ്പോയിൻമെൻറ്റ് ചെയ്ത് ഒരു ഡെന്റിസ്റ്റിനെയും കൂടി കണ്ടിട്ട് എന്നെ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ്, അതായത് ENT ഡോക്ടറെ നെക്സ്റ്റ് കാണുന്നതിന് മുമ്പായിട്ട് ഒരു ഡെന്റിസ്റ്റിനെ കണ്ടതിന് ശേഷം വരാൻ പറഞ്ഞു. അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു മെഡിക്കൽ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇൻഷുറൻസ് കാർഡ് എടുത്തു കഴിഞ്ഞാലും അതിൽ ദന്തലോ വിഷനോ കവർ ചെയ്യത്തില്ല. അതിന് സെപ്പറേറ്റ് വേറെ നമ്മൾ പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓൺ കോസ്റ്റ് ഓഫ് കൺട്രോള് നമ്മൾ പേ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു കാര്യം, ഗവൺമെൻറ് വിഭാഗത്തിൽ തന്നെ ഇവിടുത്തെ ദന്തലും വിഷനും കൂടി കവർ ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാക്കണം. കാരണം എല്ലാവർക്കും ഇത്രയധികം, അതായത് ഡെന്റിസ്റ്റിനെ മീറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഐ ഡോക്ടറെ കാണാനാണെങ്കിലും ഭയങ്കര ഫീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത് ഇവിടുത്തെ ഗവൺമെൻറ് സർവീസിൽ ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം. കാരണം നമ്മൾ $75 എല്ലാ മാസവും വേണം ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് പേ ചെയ്യുന്നുണ്ട്. ഇത്രയും പേ ചെയ്തിട്ട് നമുക്കൊരു ഡെന്റിസ്റ്റിനെ കണ്ണ് ഡോക്ടറെ കാണിക്കണമെങ്കിൽ വീണ്ടും എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന എല്ലാ സ്റ്റുഡൻസും ഈ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് ഇവിടുത്തെ നിബന്ധനയാണ്. അല്ലെങ്കിൽ കോളേജിൽ നിന്ന് നമ്മളോട് ഇതിൻ്റെ ഇൻഷുറൻസ് പേയ്മെൻറ്റിൻ്റെ സ്ലിപ്പ് ചോദിക്കുന്നുണ്ട് ഓരോ സെമസ്റ്റർ കിടക്കുമ്പോൾ. അപ്പോൾ ഇത്രയധികം പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ദന്തലും വിഷനും കവർ ചെയ്യുന്നില്ല എന്നുള്ളത് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ റിസൾട്ട് വരാനുള്ള താമസങ്ങൾ, ബ്ലഡ് ടെസ്റ്റ് പക്ഷേ എനിക്കൊരു 4 മണിക്കൂറിനുള്ള റിസൾട്ട് വന്നു. പക്ഷേ ഒരു സ്കാനിങ് റിപ്പോർട്ടൊക്കെ വരാൻ ഒരു 1.5 ആഴ്ച എന്ന് പറയുന്നത് ഭയങ്കര 5 വർക്കിംഗ് ഡേയ്സ് വരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് ഞാൻ പറയുന്നത് എനിക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ സർവീസിൻ്റെ കാര്യമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ക്വാളിറ്റി ഓഫ് സർവീസ്, ഹോസ്പിറ്റലിലെ അമ്യൂണിറ്റീസ് എല്ലാം ഒന്നിനൊന്നും മികച്ചതായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ സമീപനം, എല്ലാ കാര്യങ്ങളും ഭയങ്കര ട്രെയിൻഡ് പ്രൊഫഷണൽസ് ആയിരുന്നു. അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈസ് എക്സലൻറ്റ്. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് മനസ്സിലാക്കിയത്, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സുകളൊന്നും അവർ ഇമെയിലായിട്ടോ ഒന്നും സ്വീകരിക്കത്തില്ല, നമുക്ക് ഷെയർ ചെയ്യത്തുമില്ല. നമുക്കിപ്പം എൻ്റെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ നമുക്ക് സെയിം ഡോക്ടറുടെ അടുത്ത് തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്ത് കയറി റിസൾട്ട് കേൾക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഡോക്ടറെ അടുത്ത് പോയി മീറ്റ് ചെയ്യാം. ഇവിടെ ഒരാളുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ അവർ ഡിസ്ക്ലോസ് ചെയ്യുക, ഇമെയിൽ വഴി അവരെന്തായാലും ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് യാതൊരുവിധ പ്രീവിയസ് ഹിസ്റ്ററികളും ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഒന്നും സ്വീകരിക്കത്തില്ല. നമ്മൾ പ്രിൻ്റ് ഔട്ട്സ് ആയിട്ട് ഈ ഡോക്ടേഴ്സിന് ഷെയർ ചെയ്യണം. പ്രിൻ്റ് ഔട്ട്സ് മാത്രമേ ഇവർ സ്വീകരിക്കത്തുള്ളൂ. ഇവരുടെ പോളിസിയാണ്, ഗവൺമെൻറ്റൽ പോളിസിയാണ്. അല്ലാതെ അവർക്ക് സ്വീകരിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഫെസിലിറ്റീസ്, നീറ്റ്നെസ് എല്ലാം ഒന്നിനൊന്നും മികച്ചതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഓരോ മെഡിക്കൽ സിസ്റ്റം, അതായത് ക്യൂയിങ് സിസ്റ്റം എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതും ഒന്നും പറയാനില്ല, സൂപ്പർ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലുകൾ കാണുന്ന പോലെ അത്ര ക്രൗഡഡ് അല്ല ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ. അത്രമേൽ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിലേക്ക് ആൾക്കാർ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നുമല്ല, ഫസ്റ്റ് ഡേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് ഡിലേ ഒന്നും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഏകദേശം ഒരു 5 മണിക്കൂറിനുള്ളിൽ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് തിരിച്ചു പോരാൻ പറ്റി. ഇത്രയധികം, അതായത് നമ്മുടെ ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഇത്രയും പ്രൊസീജിയർ ചെയ്ത് കിട്ടണമെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ട വേണ്ടി വരും. അതാണ് വരുന്നത്.
അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്ടർ എഴുതുന്ന മെഡിസിൻസ് ഇവിടുത്തെ ഹോസ്പിറ്റലുകളിനോട് അറ്റാച്ച് ചെയ്ത ഫാർമസിയോ കാര്യങ്ങളോ ഇല്ല. അതും ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നില്ല. അത് നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് തന്നെ പുറത്ത് ഫാർമസികളിൽ നിന്ന് മേടിക്കണം. അതായത് സൂപ്പർ മാർക്കറ്റിനോട് അറ്റാച്ച് ചെയ്ത് ഫാർമസികളുണ്ടാവും, അവിടെ നിന്നാണ് നമ്മൾ മേടിക്കേണ്ടത്. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ നമ്മുടെ ഹെൽത്ത് കാർഡ് നമ്പറും നമുക്ക് ഡോക്ടർ തരുന്ന പ്രിസ്ക്രിപ്ഷനും കാണിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ആ പ്രിസ്ക്രിപ്ഷൻ ഫാർമസിയിൽ മേടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ പ്രിസ്ക്രിപ്ഷനിൽ വേറെ മരുന്ന് മേടിക്കാനൊന്നും പറ്റത്തില്ല. എന്നിട്ട് അതിൻ്റെ ഒരു ബില്ലിൻ്റെ കോപ്പി മാത്രമാണ് നമുക്ക് തിരിച്ചു തരുന്നത്. അത്രയ്ക്കും സ്ട്രിക്റ്റാണ് ഇവിടെ ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു മെഡിക്കൽ എക്സ്പീരിയൻസ് കാനഡയിൽ വന്നിട്ട്. വീണ്ടും ഞാൻ പറയുന്നു, ഇത് ഞാൻ വാക്ക്-ഇൻ ക്ലിനിക്കിലല്ല പോയത്, ഫാമിലി ഡോക്ടർ വഴിയുമല്ല പോയത്. ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.